എന്താ നടന്നത് നിനക്കറിയണോ? അടിപൊളി അടിപൊളി. അയ്യോ 6. ഇനി ഒരു ബോൾ 4 റൺസ്. എറിഞ്ഞോ? അവൻ ആ ചതി ചെയ്തു നടന്നിട്ടും കൈകൊട്ടി ആർത്ത് എന്റെ തോൽവി ആഘോഷിക്കായിരുന്നു. എന്റെ അമ്മയെ അവളും കൂടി, ബാക്കിയുള്ളവരെല്ലാം അതിന്റെ കൂടെ കൂടി. ആ ഒരു നിമിഷത്തെ ഒറ്റപ്പെടലുണ്ടല്ലോ, ആ ഒരു നിമിഷത്തെ കളിയാക്കലുണ്ടല്ലോ, എന്നെ എങ്ങനെ എഫക്ട് ചെയ്തു എന്ന് നിനക്കറിയോ? എടാ, നീ പറയുന്ന കേട്ടിട്ടേ എനിക്ക് തന്നെ കൈയും കാലും ധരിക്കുന്നുണ്ട്. അവനെ ഞാൻ അന്നേ അളന്നു വെച്ചതാ. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അവൻ മാറിയിട്ടില്ല. ഈ ഒരു കളിയിൽ ജയിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്തുവെങ്കിൽ അത് അവന്റെ നേച്ചറാ വിവേകെ. അവരൊന്നും കരുതുന്ന പോലെ ഒരുത്തനല്ല അവൻ. പോവാൻ പറയടാ. എടാ, വീട്ടുമുറ്റത്ത് കളിച്ചൊരു ക്രിക്കറ്റ് കളിയില് അവൻ നിന്നെ തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കുന്നവരെ അഹങ്കരിക്കട്ടടാ. എടാ, നിനക്ക് അവനെ തോൽപ്പിക്കാൻ 100,000 മാർഗങ്ങൾ കിടക്കല്ലേ? ഉണ്ട്. പക്ഷേ എനിക്ക് അവനെ തോൽപ്പിക്കേണ്ടത് ഇന്ന് തന്നെയാ. സൂര്യ ആരാണെന്ന് ഇന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. അവൻ എന്നോട് മാപ്പ് പറയണം. കളിയുടെ സ്പിരിറ്റിൽ ചെയ്തു പോയാണെന്ന് അവൻ വന്ന് പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മ മഹാറാണി വന്ന് പറഞ്ഞ എന്താണെന്ന് അറിയോ നിനക്ക്? അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവൻ അതിന്റെ അന്തസ് കാണിച്ചു എന്ന്. അതെന്താണെന്ന് എനിക്ക് ഇല്ലാതെ പോയെന്ന്. വിവേകെ, എന്റെ കുടുംബത്തിൽ ഞാനൊരു കഴിവ് കേട്ടവനായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. അവൻ ഒരുത്തം കാരണം. അവൻ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കട്ട. അങ്ങനെ ഒരു ബന്ധവും ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും കാലം അമ്മയും അമ്മയുടെ ഏട്ടനും തമ്മിൽ കാണാതിരുന്നതല്ലേ? ഇനിയും കാണണ്ട. പിരിക്കണം, സർവ്വതും പിരിക്കണം. നീ നോക്കിക്കോ, ഈ മദ്യ അകത്തേക്ക് ചെന്നതോടെ എന്റെ ദേഷ്യം ഒരു 100 ഇരട്ടി വർദ്ധിച്ചിടാ. വിടില്ല ഞാൻ അവനെ. അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത നാണക്കേട് ഇന്ന് ഞാൻ അവനെ കൊണ്ട് അനുഭവിപ്പിക്കും. ഇത് സൂര്യയുടെ വാക്കാടാ. സർ, എന്താ അതിന്? സർ, സൂര്യ സാർ അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് സാറിന് വിഷമമൊന്നും തോന്നരുത്. ഏയ്, എന്ത് വിഷമം? ഞാൻ സൂര്യയെ കണ്ടു, സംസാരിച്ചു. അയാളോട് സോറി പറയുകയും ചെയ്തു. സാറ് തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം. അത് കളിയുടെ സ്പീഡിൽ അങ്ങനെ പറ്റിപ്പോയതാണ് നന്ദിനി. പാടില്ലായിരുന്നു സർ. സൂര്യ സാറിനെ സംബന്ധിച്ച് ഒന്നും ഒളിച്ചു വെക്കാത്തൊരു പ്രകൃത. അതിപ്പോ സ്നേഹമായാലും ദേഷ്യമായാലും അങ്ങനെ തന്നെയാ. ആരെങ്കിലും ഒരാൾ ചതിച്ചെന്നോ പറ്റിച്ചെന്നോ തോന്നിയാല് സൂര്യ സാറിനത് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല. സാറ് പൊട്ടിത്തെറിക്കും. അതന്നെ ഇപ്പൊ സംഭവിച്ചത്. I can understand. എന്താ ചേച്ചി?
അവളെന്താ രഞ്ജിത്തിനോട് സംസാരിക്കുന്നേ? അറിയില്ല. ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാ അവരുടെ മുൻപിൽ ആളാവുന്നതാണല്ലോ അവളുടെ സ്വഭാവം. എന്തുകൊണ്ടോ സൂര്യക്ക് എന്നെ ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ സൂര്യയോട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ എന്തോ അത് കാര്യാക്കണ്ട സർ. ഇപ്പൊ ഒരു ചെറിയ വിഷമം തോന്നിയാലും സൂര്യ സാറ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അത് മറ്റാരെക്കാളും അധികം